ഇറാൻ ഇസ്രായേൽ അമേരിക്കൻ സംഘർഷം വീണ്ടും നമ്മുടെ മുന്നിൽ ഒരു ചർച്ചാ വിഷയമായി വരികയാണ്. ഇറാനിലെ പൗരോഹിത്യ ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ ശക്തമായി പ്രതിരോധിക്കുന്നതും പ്രകടനം നടത്തുന്നതും പ്രക്ഷോഭത്തിലേർപ്പെടുന്നതും അതിന് വലിയ പിന്തുണ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നതും ഇന്ന് ലോകമൊട്ടാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നിമിഷമാണ്. ഏത് നിമിഷവും അമേരിക്കൻ ആക്രമണം ഇറാൻ മണ്ണിൽ ഉണ്ടായേക്കാം എന്നുള്ള സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. അതിൽ ഒരു വിഭാഗം ജനത അതിനെ വളരെ ആശങ്കയോടെയാണ് കാണുന്നത്. പക്ഷേ നമുക്ക് ഈ പ്രശ്നം വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഒരു ഇസ്ലാമിക ഭരണ സംവിധാനത്തിനെതിരെ ഇസ്ലാമിക ജനങ്ങൾ തന്നെ, ഇസ്ലാമിൽപ്പെട്ട ജനങ്ങൾ തന്നെ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് വരുന്നത് എന്ന ചോദ്യം പലപ്പോഴും നങ്കൂരമിടുന്നത് നമുക്കറിയാത്ത ചില കാരണങ്ങളിലേക്കാണ്. അഥവാ പറഞ്ഞു കേട്ട കാരണങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ കാരണങ്ങളാണ് നമ്മുടെ വിശകലനത്തിൽ ശ്രദ്ധേയമാകുന്നത്. ഒരുപക്ഷെ നേരത്തെ അമേരിക്ക ഇറാനിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളും അവിടുത്തെ ഷാ ഭരണകൂടത്തിന് നൽകിയിട്ടുള്ള പിന്തുണകളും അതിനെ അട്ടിമറിച്ചുകൊണ്ട് 1978, 79, 80 കാലഘട്ടത്തിൽ നമുക്കറിയാം ഷാ ഭരണകൂടത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഇസ്ലാമിക ഭരണം, ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക ഭരണം അവിടെ നടപ്പാക്കുന്നതും തുടർന്ന് ഇങ്ങോട്ട് ഉണ്ടായിട്ടുള്ള പ്രക്ഷോഭങ്ങളും അവിടെ ചെറുപ്പക്കാർ നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങളും ഒക്കെ ശ്രദ്ധേയമായി വന്നിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ നടത്തുന്ന പ്രക്ഷോഭത്തിന് കാതലായ മാറ്റങ്ങളിൽ ഇറാനിൽ കൊണ്ടുവരുവാൻ കഴിയുമോ, അതെവിടം വരെ ചെന്ന് നിൽക്കും എന്നുള്ള ചോദ്യങ്ങളാണ് എല്ലാവരും ഉന്നയിക്കുന്നത്. സാധാരണ ഇറാനിൽ നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങൾ പോലെയോ മാറ്റങ്ങൾ പോലെയോ അല്ല ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭങ്ങളെന്ന് ഏതാണ്ട് വളരെ വ്യക്തമാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. നേരത്തെ ഇറാൻ സർക്കാരിനെതിരെ പ്രതിരോധിക്കുന്നവർ പലപ്പോഴും ഒളിഞ്ഞുള്ള പ്രതികരണമായിരുന്നു നടത്തിയിരുന്നത്. പലപ്പോഴും മുഖമൊക്കെ മൂടി മറച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ ഏർപ്പെട്ടവരായിരുന്നു എങ്കിൽ, ആക്രമണകാരികളായിരുന്നു എങ്കിൽ, ഇപ്പോഴങ്ങനെ അല്ല എന്നുള്ളതാണ് സ്ഥിതി. അവിടുത്തെ പരമോന്നത നേതാവിൻ്റെ ചിത്രത്തിന് മുൻപിൽ നിന്നുകൊണ്ട് സിഗരറ്റ് വലിച്ച പടം കത്തിച്ച് തറയിലിട്ട് ചവിട്ടി വലിച്ചു കീറി ആ ഭരണകൂടത്തിനെതിരെ ശക്തമായി മുദ്രാവാക്യം മുഴക്കുന്ന ജനത, ചെറുപ്പക്കാരെയാണ് നമ്മൾ അവിടുത്തെ തെരുവിൽ കാണുന്നത്. അവരെ നേരിടാൻ കഴിയാതെ അവിടുത്തെ പോലീസ് പോലും ഭയന്നോടുന്ന ഒരു കാഴ്ചയാണ് പല പ്രദേശങ്ങളിലും കാണുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു നിരീക്ഷണമാണ്. എന്തുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇറാനിൽ ഈ മാറ്റം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പരിശോധിച്ചാൽ കുറഞ്ഞത് 1979 മുതൽ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇറാൻ റവല്യൂഷൻ മുതൽ, ഇസ്ലാമിക റവല്യൂഷൻ മുതൽ ഇങ്ങോട്ടുള്ള ഒരു ചരിത്രം പരിശോധിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 79കൾക്ക് ശേഷം അവിടുത്തെ ഷാ ഭരണകൂടത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള അവിടുത്തെ പ്രക്ഷോഭത്തിൽ അവർ അധികാരത്തിൽ വന്നിരുമെങ്കിലും, അഥവാ ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ ഭരണ സംവിധാനം അധികാരത്തിൽ വന്ന് ഇന്നുവരെയുള്ള കാലഘട്ടം എടുത്ത് പരിശോധിച്ചാൽ അവിടുത്തെ ജനസംഖ്യയിൽ ഉണ്ടായ മാറ്റം വളരെ വലുതാണ്. ഏതാണ്ട് 3.5-4 കോടി ജനതയിൽ നിന്ന് 9 കോടിയോളം ജനതയിലേക്ക് ആ ജനസംഖ്യ മാറ്റം പ്രകടമാവുകയും അവിടുത്തെ ജനസംഖ്യയിൽ ഏതാണ്ട് 50%-ലധികം ചെറുപ്പക്കാർ അവിടെ ജനസംഖ്യയുടെ ഭാഗമായി മാറുകയും ചെയ്യുന്ന ഒരു സമയത്ത് അവിടുത്തെ രാഷ്ട്രീയ ഭരണകൂടം ഏതാണ്ട് 90-ഓടടുക്കുന്ന ഒരു രാഷ്ട്രീയ ഭരണകൂടമാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അവിടെ തന്നെ ഒരു വൈരുദ്ധ്യത നമുക്ക് കാണാനായിട്ട് കഴിയും. ചെറുപ്പക്കാർ, അവിടുത്തെ ഭൂരിഭാഗം ജനതയും ചെറുപ്പക്കാരായി മാറുമ്പോൾ അവർ ആസ്പിറേഷണൽ യൂത്തായി, അവർക്ക് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, മാറ്റങ്ങളെ സംബന്ധിച്ച്, പുരോഗതിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ കാഴ്ചപ്പാടുകൾ ഉള്ളിടത്ത് നിന്ന് അവരെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു മതചിഹ്നങ്ങളിലൂടെ മാത്രം ഭരണകൂടം ജനങ്ങളെ സമീപിക്കുകയും അതിൻ്റെ നിയന്ത്രിതമായ ചട്ടക്കൂടിൽ കൊണ്ട് മാത്രം വികസനങ്ങളെ സ്വപ്നം കാണുകയും ചെയ്യുന്ന ഒരു ഭരണകൂടവും ആയിട്ടുള്ള ഒരു ഉരസൽ അത് ഇറാനിൽ പ്രകടമായിരിക്കുന്ന സന്ദർഭത്തിലാണ് പല സാഹചര്യങ്ങളും പ്രക്ഷോഭകാരികൾക്ക് അനുകൂലമായി വരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ സാധാരണ നമ്മുടെ മാധ്യമങ്ങളിൽ കാണുന്ന ചർച്ചാ വിശകലനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പറയാനുള്ള 1-2 കാര്യങ്ങളാണ് ഒരുപക്ഷെ നമ്മൾ
പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇറാനിൽ ഇപ്പോഴുണ്ടായ ഈ ഒരു മാറ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടെ നടക്കുന്ന മതപരിവർത്തനമാണ്, മതപരമായ മാറ്റമാണ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ അത്ഭുതപ്പെട്ടേക്കാം. എങ്ങനെയാണ് ഇത് പറയാൻ സാധിക്കുക എന്നുള്ളത്? ഷാ ഭരണകൂടത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് അന്ന് ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കപ്പെട്ടപ്പോൾ, അവിടെ ഖമൈനിയുടെ നേതൃത്വത്തിലുള്ള ഭരണം സ്ഥാപിക്കപ്പെട്ടപ്പോൾ അതിൽ മനം നൊന്ത് രാജ്യം വിട്ടോടിയ ഏതാണ്ട് 1.5 ലക്ഷത്തോളം ആളുകൾ ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ അന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിൽ അഭയം നൽകി എന്നുള്ളതാണ് വസ്തുത. അത് ബ്രിട്ടനിലായാലും അമേരിക്കയിലായാലും കാനഡയിലും ഒക്കെ ഇവർ പോയി അവിടെ അഭയം കണ്ടെത്തി എന്നുള്ളതാണ്. അവിടെ അഭയം കണ്ടെത്തി എന്നുള്ളത് മാത്രമല്ല ശരി, അവിടെയൊക്കെ അവരുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ഏതാണ്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവർ പ്രൊട്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മതവിഭാഗമായി, ഇവാഞ്ചലിക്കൽ മതവിഭാഗമായി പരിവർത്തനപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ മതപരിവർത്തനം ചെയ്യപ്പെട്ടവരുടെ കാഴ്ചപ്പാടുകൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ്. ഒരുപക്ഷെ അവരവിടുത്തെ സാഹചര്യങ്ങൾ കാണുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും അവിടുത്തെ ലിബറലായിട്ടുള്ള നയങ്ങൾ ഒക്കെ അവരെ ആകർഷിക്കുകയും ഒക്കെ ചെയ്ത ഒരു മതപരിവർത്തനം കൂടിയായപ്പോൾ ഇതൊക്കെ സംഭവിക്കപ്പെട്ട ഒരു ജനവിഭാഗം ഇറാനിലെ മത നേതാക്കൾക്കെതിരെ പ്രതികരിക്കാൻ വെമ്പി നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടെന്ന് നാം ആലോചിക്കണം. അപ്പോഴാണ് മറ്റൊരു ചോദ്യം വരുന്നത്, അവരൊക്കെ രാജ്യം വിട്ടു പോയവരല്ലേ, അവർക്കെന്താണ് ഇവിടെ കാര്യം എന്നുള്ള ചോദ്യം വരും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പോയവരൊക്കെ പിന്നീട് ഇവിടെ വരികയും ഇവരുമായി ബന്ധം സ്ഥാപിക്കുകയും ഇവിടെയുള്ള അവരുടെ ബന്ധുക്കളെയൊക്കെ കാണാനെത്തുകയും ആ ബന്ധുക്കളെ മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്തുള്ള വാർത്തകൾ പിന്നീട് നമ്മൾ പലപ്പോഴും കണ്ടതാണ്. ആ ബന്ധുക്കൾ ഒരു വിഭാഗം പിന്നീട് അണ്ടർഗ്രൗണ്ട് ചർച്ചുകൾ സ്ഥാപിച്ചു എന്നുള്ളതാണ്. കാരണം അവിടെ അല്ലാതുള്ള പ്രാർത്ഥനകളോ ക്രിസ്ത്യൻ പ്രാർത്ഥനകളോ ഒന്നും അലൗ ചെയ്യപ്പെടുന്ന ഒരു രാജ്യമല്ല എന്ന് പറയുന്നത്. അവിടെ തികച്ചും ഇസ്ലാമികമായ ഭരണ സംവിധാനവും വിശ്വാസവുമാണ് നിലനിൽക്കുന്നത് എന്നുകൊണ്ട് തന്നെ മറ്റുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വളരെയധികം വിലക്കേർക്കപ്പെട്ടിട്ടുള്ള ഒരു രാജ്യമാണ്. അവർ ചെയ്തിരുന്നത് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുകയും ഈ പറഞ്ഞ മതവിഭാഗങ്ങളും ജനങ്ങളും അവരൊക്കെ ഒത്തുകൂടുകയും അവർ പ്രൊട്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ഇവാഞ്ചലിക്കൽ വിഭാഗം ശക്തമായി വരികയും അവർക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്ക ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്ന് ശക്തമായ പിന്തുണ ലഭിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതായിട്ടുള്ള വാർത്തകൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു രഹസ്യമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷേ ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ആ പ്രക്രിയ സാവധാനം ഇറാനിൽ ശക്തമായി വരികയും അത് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഇസ്ലാം മതവിഭാഗത്തിനെതിരെ ഇസ്ലാം ജനവിഭാഗങ്ങൾ തന്നെ പ്രതികരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു അസ്വാഭാവികത. കാരണം പ്രത്യേകിച്ച് ഇസ്ലാമിക മതത്തിൻ്റെ ചട്ടക്കൂടുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും തീവ്രമായ ഇസ്ലാം മതവിഭാഗം. ഇപ്പോൾ ഇടയ്ക്ക് പർദ്ദയ്ക്കെതിരെ ഒക്കെ നടന്ന പ്രക്ഷോഭം നമ്മൾ ആലോചിക്കണം, അവിടെ ഇതൊക്കെ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത്. അവിടെ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ഈ 50% വരുന്ന ഇറാൻ്റെ യൂത്ത് എന്ന് പറയുന്നത് അവിടുത്തെ ഭരണ സംവിധാനത്തിൻ്റെ പഴഞ്ചൻ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായി നിലകൊള്ളുന്നവരാണ് എന്നുള്ളതാണ്. വളരെ രാജ്യത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്ന ശക്തമായ ഒരു യൂത്ത് ആണ് അവിടെ ഉള്ളത്. അതേസമയം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷാ ഭരണകൂടത്തിന് അന്ത്യം കുറിക്കപ്പെട്ടപ്പോൾ അന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി ചേക്കേറിയ, പ്രത്യേകിച്ച് യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിലായി ചേക്കേറപ്പെട്ട ഇറാനിലുണ്ടായിരുന്നവർ അവർ മതപരിവർത്തനം നടത്തുകയും അവരെ ബന്ധുക്കളെ മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത, ഒരുപക്ഷെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ മതപരിവർത്തനത്തിന് വിധേയമായിട്ടുള്ള ജനത അധിവസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഘടകമായി വരികയും ചെയ്യുന്നു. ഈ 2 ഘടകങ്ങൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ അല്ലെ ഈ പ്രക്ഷോഭത്തിന് മുന്നോടി എന്നോണം പല കാര്യങ്ങളിലും അമേരിക്കയും ഇറാനും, പ്രത്യേകിച്ച് ഇറാൻ അതിൻ്റെ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റിലേക്ക് പോവുകയും ഇടയ്ക്ക് ഒരു തൽക്കാലം എന്നോണം ട്രംപ് വളരെ ശക്തമായൊരു ആക്രമണം നടത്തുകയും തൽക്കാലത്തേക്ക് നമ്മൾ വേണ്ട പണി ഇറാന് കൊടുത്തിട്ടുണ്ട്. ഇനി തൽക്കാലം ഇറാൻ കുറച്ച് നാളുകളിലേക്ക് എന്തായാലും യുറേനിയം എൻറിച്ച് ചെയ്ത് ഒരു വെപ്പണൈസേഷൻ പ്രോഗ്രാമിലേക്ക് പോകാൻ കഴിയില്ല ഇറാൻ എന്നുള്ള തരത്തിലൊക്കെ ട്രംപ് പ്രസ്താവന നടത്തുകയൊക്കെ ചെയ്തത് ചരിത്രത്തിൽ അധികം വളരെ അല്ലാതെ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ എത്ര ദിവസം കഴിഞ്ഞു എന്ന്, അത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അവിടെ കൊണ്ട് അപ്പോൾ പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട്, അമേരിക്കൻ ഇടപെടൽ ഇതുകൊണ്ട് അവസാനിക്കുമോ എന്നുള്ളതാണ്. അമേരിക്കൻ ഇടപെടൽ ഒരു പക്ഷേ പ്രത്യക്ഷമായല്ല ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് ട്രംപ് നേരിട്ട് അമേരിക്കയിൽ ഇടപെടുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യം പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ്. പക്ഷേ കൂടുതൽ നമ്മൾ ബെഞ്ചമിൻ നെതന്യാഹു ഒക്കെ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ എടുത്തൊന്ന് പുനഃപരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ലോകത്തെവിടെയുമുള്ള ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടത്തിയാൽ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഇടപെടും എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം
ഈ ഞാൻ പറഞ്ഞ സാഹചര്യങ്ങളെ കൂടി ഉൾക്കൊള്ളുന്നതാണ് എന്ന് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഇറാനിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ മാറ്റം എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ കാണുന്ന സൈനികമായ തന്ത്രപരമായ താല്പര്യങ്ങളെക്കാൾ ഉപരി കൾച്ചറലായി ഉണ്ടായ ഒരു മാറ്റം ഇറാനിൽ പ്രകടമായി വരുന്നു എന്നുള്ളതാണ്. ആ കൾച്ചറലായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന സാംസ്കാരികപരമായ മാറ്റം എന്ന് പറയുന്നത്, അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് തന്നെ അതിനെ അടിച്ചമർത്താമെന്ന് കരുതിയാൽ അത് ശക്തമായി തിരിച്ചടിക്കും എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഒരുപക്ഷെ ഇപ്പോൾ വന്നിട്ടുള്ള വാർത്തകൾ ഏതാണ്ട് 160-ലധികം പേര് കൊല്ലപ്പെട്ടു എന്ന വാർത്ത വന്നു. ഇപ്പോൾ ഏതാണ്ട് 500-ലധികം പേര് വധിക്കപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് ഏതാണ്ട് ഒരു 3-4 മണിക്കൂർ മുമ്പ് പരിശോധിച്ചപ്പോൾ. അത് എത്രത്തോളം ശരിയാണ്, ആക്യുറേറ്റ് ആണ്, കൃത്യമായ ഡാറ്റയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു യുദ്ധമുഖത്ത് നിന്ന് അല്ലെങ്കിൽ ജനങ്ങൾ ശക്തമായ പ്രക്ഷോഭത്തിൽ ഏർപ്പെടുമ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവിടെ ധാരാളം പേർ പ്രക്ഷോഭകാരികളുടെ ഭാഗത്തൊന്നും അല്ലാതെയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ പോലീസുകാർ, ഏതാണ്ട് 30-ലധികം പോലീസുകാർ ഇതിനോടകം വധിക്കപ്പെട്ടതായിട്ടുള്ള വാർത്തകളുണ്ട്. പോലീസിൽ തന്നെ ഒരു വിഭാഗം ഈ പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ വിഭാഗത്തെ സഹായിക്കുന്നതായിട്ടുള്ള ആരോപണമുണ്ട്. അതുപോലെ തന്നെ പല പട്ടാളക്കാരായാലും അവർക്കൊക്കെ അവിടുത്തെ സിവിൽ വിഭാഗത്തിന്, സിവിലിയൻ പോലീസിന് ഒരുപക്ഷെ അവിടുത്തെ പ്രക്ഷോഭകാരികളെ അടിച്ചമർത്താൻ കഴിയാത്ത വിധം പ്രക്ഷോഭം ശക്തമായി കൊണ്ടിരിക്കുന്നു. ഖമൈനി ഒളിവിലായിട്ടുള്ള വാർത്തകൾ പോലും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഖമൈനിയുടെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിൽ പോലും അവിടെയുള്ള പള്ളികൾ നശിപ്പിക്കുന്നു. ഖമൈനിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന മ്യൂസിയം നശിപ്പിക്കുന്നു. അവിടെ ഇസ്ലാമിക സിംബൽസ് പലതും തകർക്കപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിവേര് പരിശോധിച്ച് പോകുമ്പോഴാണ് ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയുടെ ഉൾപ്പെടെ ഇസ്രായേലിൻ്റെ ഉൾപ്പെടെ പിന്തുണയോടെയുള്ള അവിടെ മതപരിവർത്തനം ചെയ്യപ്പെട്ട ആളുകൾ എത്രത്തോളം ഭംഗിയായി അവിടെ ഈ സർക്കാരിനെതിരെ ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനത്തിലെ ശക്തമായി നിലകൊള്ളുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. പല മന്ത്രിമാർക്കെതിരെയും പ്രക്ഷോഭം ശക്തമാകുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുറച്ചുപേരെ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആളുകളൊക്കെ തന്നെയും എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഇവാഞ്ചലിക്കൽ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൻ്റെ കണ്ണിലെ കരടായി നിലനിൽക്കുന്നവർ മാത്രമാണ്. അതുകൊണ്ടാണ് കുറേ കൂടി ഇതിനൊക്കെ നമ്മൾ ശക്തമായി തെളിവ് നിരത്താൻ പറഞ്ഞാൽ ഒരുപക്ഷെ ഈ സമയത്ത് നമുക്കത് അക്കാദമികപരമായി മാത്രമേ ഇത്തരം വിഷയങ്ങളെ വിലയിരുത്താനാകൂ. കാരണം ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ ശേഖരിക്കുന്ന തെളിവുകളൊന്നും നമുക്ക് ലഭ്യമല്ല എന്നുള്ളതാണ്. പക്ഷേ ചരിത്രം പരിശോധിച്ചാലും അവിടെ ഉണ്ടാകുന്ന പ്രക്ഷോഭങ്ങളുടെ ഗതി പരിശോധിച്ചാലും അതുപോലെ തന്നെ ഇസ്ലാമിക വിഭാഗത്തിൽപ്പെടുന്ന ഒരു വിഭാഗം തന്നെ എന്ന് നമ്മൾ പറയുന്ന വിഭാഗം തന്നെ അവർക്കെതിരെ പ്രക്ഷോഭങ്ങൾ നടത്തുമ്പോഴും അതൊന്നും 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അവസാനിക്കുന്നില്ല എന്നുള്ളതും അതിനൊരു തുടർച്ചയുണ്ടെന്ന് എന്നുള്ളതും ഇറാനിൽ കുറേ അധികം നാളുകളായി നമ്മൾ നിരീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇറാനിലെ ഈ മാറ്റം എന്ന് പറയുന്നത് ഒരു യുദ്ധത്തിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീരുമാനത്തിലൂടെയോ പിടിച്ചു നിർത്താം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതങ്ങനെയല്ല. ഇറാൻ നിരന്തരമായി മാറ്റത്തിന് വിധേയമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ. അതിന് ശക്തമായി സൈനികപരമായി ഇടപെടുവാൻ ഒരുപക്ഷെ അവിടുത്തെ ഭരണ നേതൃത്വം ശ്രമിച്ചാൽ അത് വലിയ നരഹത്യയിലേക്ക് നയിക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഖമേനിയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസാന നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് അവരുടെ ഇസ്ലാമിക നിയമപ്രകാരം അവർ ഏതറ്റം വരെയും വലിയ ചെറുത്തുനിൽപ്പിന് പോകാൻ സാധ്യതയുണ്ട്. അതൊരു പക്ഷേ ഇസ്ലാമിക സംസ്കാരത്തിന് നേതൃത്വത്തിനെതിരെയുള്ള ഒരു കയറ്റമായി അവർ കരുതിക്കൊണ്ട് അവരെ പ്രക്ഷോഭകാരികളായും തീവ്രവാദികളായും മുദ്രകുത്തിക്കൊണ്ട് അവർ ശക്തമായി തിരിച്ചടിക്കുവാനുള്ള സാധ്യത ഉണ്ട്. അതിനുള്ള പ്രസ്താവനകളിലൊക്കെ ഇതിനോടകം തന്നെ അവർ പറഞ്ഞു. അവർ ദൈവത്തിൻ്റെ ശത്രുക്കളാണ് ഈ പ്രക്ഷോഭകാരികൾ എന്ന് ഖമേനിയും അവിടുത്തെ വൈസ് പ്രസിഡൻറ്റും ഒക്കെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത് സൂചന. അതുപോലെ തന്നെ അവിടുത്തെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പ്രക്ഷോഭകാരികളെ നേരിടുന്നതിനായി കഴിഞ്ഞ വെള്ളിയാഴ്ച അവിടുത്തെ സ്പീക്കർ പാർലമെൻറ്റിൻ്റെ യോഗം വിളിച്ചു കൂട്ടിയിരുന്നു. ആ യോഗത്തിലും അദ്ദേഹം ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രതികരിക്കുന്നത്. കാരണം ഇതിന് പിന്നിൽ അമേരിക്കയുടെ കരങ്ങളാണ്, ഇസ്രയേലിൻ്റെ കരങ്ങളാണ്. ശത്രുക്കളായി കരുതുന്ന ഒരു വിഭാഗം ഇതിനുള്ളിൽ ശക്തമായി പ്രതിഷേധിക്കുന്നുണ്ട്. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഭരണ സംവിധാനത്തിനെ അട്ടിമറിക്കുക എന്നുള്ളത് വളരെ വ്യക്തമായി ഖമേനി ഭരണകൂടത്തിനും അവിടെയുള്ള ഇസ്ലാമിക ഭരണകൂടത്തിനും അറിയാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശക്തമായി തിരിച്ചടിക്കുവാൻ അവർ ശ്രമിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. ആ തിരിച്ചടികൾ ഒരുപക്ഷെ വളരെ അവിടുത്തെ ഇപ്പം തന്നെ ധാരാളം ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. കൂടുതൽ വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് പോയാൽ തങ്ങൾ നേരിട്ട് ഇടപെടും എന്ന് അമേരിക്ക ഇതിനോടകം വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ തന്നെയും അതിൻ്റെ അന്തിമമായ ഫലം എന്ന് പറയുന്നത് ഖമേനിയുടെ അവസാനം എന്നുള്ളത് മാത്രമല്ല, ഇറാൻ ഉണ്ടാകുന്ന വലിയൊരു മാറ്റം കൂടിയാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ഏത് തരത്തിലായിരിക്കും ഇടപെടുക എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. സൈനികപരമായി ഇടപെടാതെ തന്നെ പരമാവധി തങ്ങളുടെ ഇതര സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്
ഖമേനിയുടെ ഭരണകൂടത്തിന് അവിടുത്തെ പ്രക്ഷോഭങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട്, ഇപ്പം പ്രക്ഷോഭം അനുദിനം ഏതാണ്ട് 3 ആഴ്ചയിലധികം കഴിയുമ്പോൾ ആ പ്രക്ഷോഭം കൂടുതൽ ശക്തമായി വരുന്നതാണ് നമ്മൾ കാണുന്നത്. നേരത്തെ ഏതെങ്കിലും 1 or 2 സിറ്റികളിൽ മാത്രം ഉണ്ടായിരുന്ന പ്രകടനങ്ങൾ അവിടുത്തെ മിക്ക പ്രവിശ്യകളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. ഏതാണ്ട് 30ഓളം പ്രദേശങ്ങളിൽ അതിശക്തമായ സംഘർഷമാണ് നടക്കുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. അവിടുത്തെ ഇൻ്റർനെറ്റ് ബന്ധം പരിപൂർണമായി വിച്ഛേദിക്കപ്പെട്ടു എങ്കിലും സ്റ്റാർലിങ്ക് വഴിയുള്ള ഉപഗ്രഹങ്ങൾ വഴി ഇപ്പോഴും നമുക്കവിടെയുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ വിവരങ്ങളൊക്കെ അവിടുത്തെ ചിത്രങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആ ചിത്രങ്ങളിൽ നമ്മൾ കാണുന്നത് ഭയപ്പെടാതെ അവിടെയുള്ള ഇരുമ്പുമറ, ഇപ്പം ഇറാൻ്റെയൊക്കെ ഭരണ സംവിധാനത്തെ നമ്മൾ വിളിക്കുന്നത് ഇരുമ്പുമറയുള്ള ഭരണ സംവിധാനം എന്നാണ്. ആ ഇരുമ്പുമറയുള്ള ഭരണ സംവിധാനത്തിനെതിരെ അവിടെയുള്ള യുവാക്കൾ പരസ്യമായി ഒരു മടിയും കൂടാതെ അവിടെ ഉള്ള നീതിന്യായ കോടതികളെയും പോലീസിനെയും പട്ടാളത്തെയും ഒന്നും വകവയ്ക്കാതെ അവിടെയുള്ള ഇസ്ലാമിക ഇരുമ്പ് ഭരണ സംവിധാനത്തിനെതിരെ പരസ്യമായി പ്രതിരോധിക്കുന്നതിനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടുന്നു എന്നുകൂടി അന്വേഷിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിശകലനത്തിൻ്റെ കാതൽ നിങ്ങൾക്ക് ബോധ്യമാകുന്നത്. അതുകൊണ്ട് അവർ ഒറ്റയ്ക്കല്ല, അവരുടെ പിന്നിൽ തീർച്ചയായും അവരെ പിന്തുണ നൽകുന്ന ധാരാളം ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെയൊക്കെ മറികടന്നുകൊണ്ടുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ പോലും നമുക്കിപ്പോഴും ലഭ്യമാകുന്നത്. അതുകൊണ്ട് ഇറാനിൽ സംഭവിക്കാവുന്ന ഈ ഒരു ഇടപെടൽ അല്ലെങ്കിൽ മാറ്റം എന്ന് പറയുന്നത് കേവലം അമേരിക്ക രാഷ്ട്രീയ താല്പര്യത്തിനോ അതുപോലെ തന്നെ അവിടെയുള്ള ഖമേനിയുടെ ഭരണത്തിന് അന്തം കുറിച്ചുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനത്തിനോ മാത്രമല്ല, മറിച്ച് അവിടെ തന്നെ ഉണ്ടായിട്ടുള്ള ചില മാറ്റങ്ങളും അത് അമേരിക്കയ്ക്ക് അനുകൂലമായി മാറുന്ന സാഹചര്യങ്ങളും ആ സാഹചര്യങ്ങൾ അമേരിക്കൻ ഉൾപ്പെടെയുള്ള ഇതര രാജ്യങ്ങൾ ഇസ്രായേലും ഒക്കെ മുതലെടുക്കാൻ പോകുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപക്ഷെ ഇതിൻ്റെ അനന്തരഫലം എന്താകുമെന്ന് ചോദിച്ചാൽ, ഈ ആക്രമണത്തിൽ നിന്ന് ഒരുപക്ഷെ ഇതിൽ അന്തിമമായി വിജയം ഈ പ്രക്ഷോഭകാരികൾക്കുണ്ടാവുകയാണെങ്കിൽ അതിനാണ് സാധ്യത കൂടുതൽ. കാരണം പ്രക്ഷോഭകാരികളെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ അവർ കൂടുതൽ ശക്തി ആർജിക്കുകയും, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു അവിടുത്തെ യുവാക്കൾ ഒരു ആസ്പിറേഷണൽ യൂത്താണ്, ഒരുപക്ഷെ അവർക്ക് ശക്തമായ ഒരു രാജ്യമായി മാറാൻ കഴിയുകയും ചെയ്യും. ഇപ്പോൾ തന്നെ തുടക്കത്തിലൊക്കെ അവിടെ ശക്തമായ ഭരണ സംവിധാനം വികസനത്തിലേക്കൊക്കെ പോകുന്ന ചില സൂചനകൾ നൽകിയിട്ടുണ്ടെങ്കിലും 30% ആളുകൾ പട്ടിണിയിലായി മാറിയിരിക്കുന്നു എന്നുള്ളൊരു സത്യം കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ പട്ടിണിയിലാക്കപ്പെട്ട ജനസമൂഹം എന്തുകൊണ്ട് ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് പോയി എന്ന് ചിന്തിക്കാൻ പ്രാപ്തിയുള്ള യുവജനങ്ങൾ അവിടെ ഉണ്ട്. അവരാണ് പ്രക്ഷോഭകാരികളായി വരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് അവിടുത്തെ ഈ റവല്യൂഷണറി ഗാർഡിനെതിരെ, ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന് പറയുന്ന ജനവിഭാഗത്തിനെതിരെ അവർ ശക്തമായി പ്രതിഷേധിക്കുകയും അവരെ അടിച്ചോടിക്കാൻ ശ്രമിക്കുകയും അവരെ കൊന്നൊടുക്കാൻ ശ്രമിക്കുകയും അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം ഇതുകൂടിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാശ്ചാത്യ രാജ്യങ്ങളിലെ ലിബറൽ സമ്പ്രദായത്തിൻ്റെ മാതൃകകൾ ഒരുപക്ഷെ അവരെ കൂടുതൽ ഉത്സുകരാക്കി മാറ്റിയിട്ടുണ്ട് ഈ ആക്രമണത്തിന് പ്രേരിപ്പിക്കുവാൻ. അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണ അവർക്ക് ലഭിക്കുന്നുണ്ട്. ഇസ്ലാം അവിടെ ആ രാജ്യത്തിനകത്ത് തന്നെ വലിയ മാറ്റം സംജാതമായിട്ടുണ്ട്. യുവജനങ്ങളുടെ ഒരു മേധാവിത്വം പ്രകടമാകുന്നുണ്ട്. ഇതെല്ലാം കൂടി ശക്തമായിരിക്കുന്ന ഇറാൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്, അടിസ്ഥാനപരമായിട്ടുള്ള ഇറാൻ്റെ നിലനിൽപ്പ് മാറാൻ പോവുകയാണ്. ഒരു സംശയവും വേണ്ട. ഒരുപക്ഷെ അമേരിക്കൻ ഇടപെടലുകൾ ഇല്ലെങ്കിൽ കൂടിയും, ഇടപെടലെന്ന് ഞാൻ പറഞ്ഞത് പ്രത്യക്ഷമായിട്ടുള്ള സൈനിക ഇടപെടൽ ഇല്ലെങ്കിൽ കൂടിയും ഒരുപക്ഷെ ഇറാനിൽ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്ന ദിനങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. അത് കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഇറാൻ്റെ ചരിത്രം പരിശോധിച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പർദ്ദയ്ക്കെതിരെയുള്ള സമരം മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ, പ്രക്ഷോഭം മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം പരിശോധിച്ചാൽ വളരെ പ്രകടമാണ് താനും. അതുകൊണ്ട് തന്നെ ഇറാനിൽ ഉണ്ടാകാൻ പോകുന്ന ഈ മാറ്റം അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊക്കെ അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാക്കുന്നു. അവിടെ ഖമേനി ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള അതിസാഹസത്തിന് മുതിർന്നാൽ തീർച്ചയായിട്ടും ഖമേനിയുടെയും അവർ നേതൃത്വം നൽകുന്ന ഭരണ സംവിധാനത്തിൻ്റെയും അന്ത്യം കുറിക്കുകയും അവിടെ അമേരിക്കൻ താല്പര്യങ്ങൾ കൂടുതൽ മേധാവിത്വം പുലർത്തുകയും ചെയ്യും. മറിച്ച് അമേരിക്കയ്ക്ക് പ്രത്യക്ഷത്തിൽ ഇടപെടാനാകാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരുപക്ഷെ അത് ഇറാനെ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് നയിക്കുവാനുള്ള ഒരു സാധ്യത. കാരണം അവിടെയുള്ള ഈ പറയുന്ന ഖമേനിയുടെ ഭരണകൂടത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഇറാനുള്ളിൽ നിന്ന് തന്നെയുള്ള ഒരു യുവ വിഭാഗത്തിന് കൂടുതൽ നേതൃത്വം നൽകുന്ന ഒരു ഭരണ സംവിധാനത്തിലേക്ക് പോവുകയും അത് ഇറാനെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യും എന്നുള്ള വിലയിരുത്തലുകളും അന്താരാഷ്ട്ര രംഗത്ത് നിന്ന് നിരീക്ഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും നിങ്ങളോടൊപ്പം ഞാനും കാത്തിരിക്കുകയാണ് ഈ മാറ്റങ്ങൾ എത്രത്തോളം ഇറാനിൽ സ്ഥായിയായി സംഭവിക്കും എന്ന് കാത്തിരുന്ന് കാണുവാൻ.